നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ചേച്ചി ഇവർക്ക് ഒത്താശ ചെയ്യായിരുന്നുല്ലേ? എല്ലാരും കൂടെ ചേർന്ന് എന്നെ ചതിക്കായിരുന്നുല്ലേ? മോളെ ഗോപിക, എനിക്ക് അറിയില്ലായിരുന്നു നീയും ഋഷിയും തമ്മിൽ ഇഷ്ടത്തിലാന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. നിങ്ങൾ നല്ല സുഹൃത്തുക്കളാണെന്നാ ഞാൻ കരുതിയത്. എനിക്കൊന്നും കേൾക്കണ്ട. ഗോപു മോളെ, എന്നെ അറിയിക്കാതെ ഇങ്ങനെ ഒരു വിവാഹം നിശ്ചയം എങ്ങനെ നടത്തി നിങ്ങള്? എന്തുകൊണ്ട് നിങ്ങൾ ആരും എന്നെ അറിയിച്ചില്ല ഇതൊന്നും? അപ്പോ കരുതി കൂട്ടി എന്നെ ചതിക്കായിരുന്നു. മോളെ ചേച്ചി ഇവർക്ക് ഒത്താശ ചെയ്യായിരുന്നുല്ലേ? എല്ലാരും കൂടെ ചേർന്ന് എന്നെ ചതിക്കായിരുന്നുല്ലേ? മോളെ ഗോപിക, എനിക്ക് അറിയില്ലായിരുന്നു നീയും ഋഷിയും തമ്മിൽ ഇഷ്ടത്തിലാന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. നിങ്ങൾ നല്ല സുഹൃത്തുക്കളാണെന്നാ ഞാൻ കരുതിയത്. എനിക്കൊന്നും കേൾക്കണ്ട. ഗോപു മോളെ, എന്നെ അറിയിക്കാതെ ഇങ്ങനെ ഒരു വിവാഹം നിശ്ചയം എങ്ങനെ നടത്തി നിങ്ങള്? എന്തുകൊണ്ട് നിങ്ങൾ ആരും എന്നെ അറിയിച്ചില്ല ഇതൊന്നും? അപ്പോ കരുതി കൂട്ടി എന്നെ ചതിക്കായിരുന്നു. മോളെ മോളെ, നീ ഈർഷ്യയും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് ഞങ്ങൾ എങ്ങനെ അറിയുന്നത്? നീ ഞങ്ങളോട് പറഞ്ഞിട്ടില്ലല്ലോ. അഞ്ജതയ്ക്ക് ഇഷ്ടമാണെന്ന് അവള് പറഞ്ഞു. മോളെ, അഞ്ജിത ഋഷിയും തമ്മിലുള്ള വിവാഹം നടത്തി കൊടുത്തില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ് അഞ്ജിത കയറെടുത്തു. അതാ ഞങ്ങള്. അതൊക്കെ ഇവളുടെ അടവാ. എനിക്ക് വിധിച്ചതൊക്കെ ഇവൾക്ക് തട്ടിയെടുക്കണം. പണ്ടേ അതാണല്ലോ ഇവളുടെ ശീലം. എല്ലാത്തിന്റെ പിറകിൽ ഇവളുടെ ആന്റിയുടെ മാസ്റ്റർ ബ്രെയിൻ ആയിരിക്കും. പ്ലീസ്, ഇവരുടെ നിർദ്ദേശം അനുസരിച്ചായിരിക്കും എന്നെ അറിയിക്കാതെ രഹസ്യമായി നിങ്ങൾ വിവാഹ നിശ്ചയം നടത്തിയത്. മോളെ, നിന്നെ അറിയിക്കാതിരുന്നതിന്റെ കാരണം വേറെ ആയിരുന്നു മോളെ. മൂത്തവളായ നീയും ദേവികയും നിൽക്കുമ്പോ ഇളയവളായ അഞ്ജിതയുടെ വിവാഹം നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചാ മോൾക്കത് വിഷമാകുമെന്ന് വിചാരിച്ചിട്ടാ. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. എനിക്ക് ചേച്ചിയോട് മാത്രമേ ചോദിക്കാനുള്ളൂ. ചേച്ചി എന്തിനാ ഈ ചതി എന്നോട് ചെയ്തത്? മോളെ കണ്ടല്ലോ, സത്യാവസ്ഥ ഇപ്പൊ ബോധ്യപ്പെട്ടില്ലേ? പക്ഷെ മോനെ, വിവാഹ നിശ്ചയം നടത്തിപ്പോയില്ലേ? ചേച്ചി മുന്നിട്ട് നിന്നല്ല ഈ വിവാഹ നിശ്ചയം നടത്തിയത്. ആ ചേച്ചി തന്നെ ഇടപെട്ട് ഞങ്ങളുടെ വിവാഹ കാര്യത്തിന് ഒരു തീരുമാനം ഉണ്ടാക്കി തരണം. എല്ലാം അറിഞ്ഞിട്ട് വേണമായിരുന്നു കല്യാണം ഉറപ്പിക്കാൻ. ഇപ്പൊ വിവാഹം ഉറപ്പിച്ചിട്ട് അത് മാറ്റണമെന്ന് പറഞ്ഞ നടക്കുന്ന കാര്യമല്ല, നടക്കില്ല. എന്റെ മോളുടെ ജീവിതം വെച്ച് കളിക്കാൻ പറ്റില്ല. ഞാനൊരു കാര്യം ഉറപ്പിച്ച് പറയാം, എന്റെ മോളുടെ ജീവിതം നശിപ്പിക്കാൻ ആരും ശ്രമിക്കരുത്. സുലോചന എന്താ ഇങ്ങനെ പറയുന്നേ? ഞങ്ങളാരും ഒന്നും അറിഞ്ഞിട്ടില്ലല്ലോ. എനിക്ക് നിങ്ങളോട് ഒരു തർക്കവും പരിഭവവും ഇല്ല. ഈ വിവാഹ നിശ്ചയം മുന്നിട്ട് നിന്ന് നടത്തിയത് ദേവികയാണല്ലോ. എനിക്ക് ദേവികയോട് മാത്രമേ പറയാനുള്ളൂ. ദേവിക, എനിക്കൊന്നേ പറയാനുള്ളൂ. നിശ്ചയിച്ച പ്രകാരം ഋഷിയും അഞ്ജിതയും തമ്മിലുള്ള വിവാഹം നടക്കണം. അതെങ്ങനെ ശരിയാവും? നിശ്ചയിച്ച വിവാഹം നടന്നില്ലെങ്കിൽ അഞ്ജിതയും കൊന്ന് ഞാനും ചാവും. ആന്റി, വിവാഹം മുടങ്ങിയതിന്റെ നാണക്കേട് ഓർത്ത് ജീവിച്ചിരിക്കുന്നതിനേക്കാൾ ഭേദം മരിക്കുന്നത് തന്നെയാ. എല്ലാവരും ഒന്ന് നിർത്ത്. ഇപ്പോ എടുപിടിന്നൊന്നും തീരുമാനം എടുക്കണ്ട. എല്ലാ സാവകാശത്തിൽ മതി. ഋഷി, നമ്മളായിട്ട് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ട. നമുക്ക് പോവാം. എല്ലാറ്റിനും ഒരു പരിഹാരം ഉണ്ടാക്കാം. മഹാദേവ, ജാനകി, വാ, നമുക്ക് പോവാം. ദേ, ഇതെല്ലാം ദൈവത്തിന്റെ ഒരു പരീക്ഷണമായിട്ട് കരുതിയാ മതി. നമുക്ക് സമാധാനമായിട്ട് തീർപ്പുണ്ടാക്കാം. എല്ലാ സാവകാശത്തിൽ മതി. ജാനകി, വാ, നമുക്ക് പോവാം. നീ വാ മോളെ. മോളെ
മോളെ അമ്മേ അമ്മേ അതെ, നിങ്ങൾ എന്നെ അവിടെ നിർബന്ധിച്ച് പിടിച്ചോണ്ട് വന്നെന്ന് കരുതി എന്റെ തീരുമാനത്തിന് മാറ്റമൊന്നുമില്ല. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ബഹളം കൂട്ടിയാലും ഞാൻ ഗോപിക മാത്രമേ കല്യാണം കഴിക്കൂ. അല്ലാതെ ഒരു വിവാഹത്തിനും ഞാൻ തയ്യാറാവില്ല. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ചേർന്ന് ഗോപികയുമായി എന്റെ വിവാഹം നടത്തി തരണം. ഈ വിവാഹം നടത്തിയേ തീരൂ. എടാ, നീ എന്ത് വർത്താനീ പറയുന്നേ? ഇനി ഗോപികയായിട്ട് നിന്റെ വിവാഹം നടത്തണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചാ അതെങ്ങനെ ശരിയാവും? നമ്മൾ അവരുടെ വീട്ടിൽ പോയി അഞ്ജിതയുമായി നിന്റെ വിവാഹം നിശ്ചയിച്ച് വളയിട്ടതല്ലേ? എന്നിട്ട് ആ വിവാഹം വേണ്ടെന്ന് പറഞ്ഞ അത് ദൈവത്തിന് നിരക്കുന്നതാണോ? ഒരു പെൺകുട്ടിയുടെ ജീവിതം കൂടിയായത്, അത് വെച്ച് കളിക്കാമോ? ഇതിലെന്തോ ഒരു ചതി നടന്നിട്ടുണ്ടമ്മേ. എന്ത് ചതി? നീ എന്താ ഉദ്ദേശിക്കുന്നേ? സുലോചന ആന്റിയും അഞ്ജിതയും കൂടി എന്തോ ഒരു കളി കളിച്ചിട്ടുണ്ട്, അത് ഉറപ്പാ. അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ മോനെ. നീ കരുതുന്ന തരത്തിലുള്ള ആൾക്കാരല്ല അവര്. സുലോചന അഞ്ജിതയൊക്കെ വളരെ നല്ല കൂട്ടര്. അവരൊരു ചതിയും കാണിക്കില്ല. വെളുത്തതെല്ലാം പാലല്ല മുതശ്ശി. നിർത്ത്. ഇവിടെ വെച്ച് സംസാരം വേണ്ട. എന്താ വേണ്ടെന്ന് ആലോചിച്ച് തീരുമാനിക്കാം. ഋഷി, ഋഷി എവിടെ? ഋഷിയുടെ മാലാക? ഋഷിയുടെ മാലാകെ കൊണ്ടുവന്നോ? ഇല്ല സുധുവേട്ടാ, എന്റെ മാലാകെ കൊണ്ടുവരാൻ ഇവിടെ ആരും സമ്മതിക്കുന്നില്ല. ആരെ സമ്മതിക്കാത്തെ? അമ്മയാണോ, അച്ഛനാണോ, അതോ മുത്തശ്ശിയാണോ? ഡേ, എല്ലാരോടും കൂടി പറയാ ഞാൻ ഇവിടെ. ഋഷിയുടെ മാലാകെ ഋഷിക്ക് തന്നെ കൊടുത്തോളണം കേട്ടോ. ഏട്ടനുള്ള വിവേകം പോലും മറ്റാർക്കും ഇല്ലാതെ പോയല്ലോ. ഋഷി, ആരെയും വേദനിപ്പിക്കാതെ എങ്ങനെ ഈ വിഷയം ഒന്ന് പരിഹരിക്കുക? അതാ ഞാനും ചിന്തിക്കുന്നേ. ഇവനിങ്ങനെ പിടിവാശി കാട്ടുമ്പോ എന്താ ചെയ്യാ? ഞാനൊരു മാർഗം പറയാം. രണ്ടു പെൺകുട്ടികളുടെയും ജാതകം നമ്മുടെ കയ്യിലുണ്ടല്ലോ. അതൊന്ന് പരിശോധിച്ച ശേഷം നമുക്കൊരു തീരുമാനം പറയാം. മതി, അത് മതി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.